വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും അങ്ങനത്തെയൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന്. ഹോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ല, കഴിഞ്ഞ വ്ളോഗിൽ, അതായത് കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പം ഞാനൊരു മാളിൽ പോയപ്പോൾ ഞാൻ മേഴ്സിയസ് എന്ന കടയിൽ നിന്ന് കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, അപ്പോൾ ഒരു 3 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ടോപ്പും ഒരു പാൻറ്റും ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് ഗ്ലിംസ് ആയിട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ശരിക്കും അതിൻ്റെ മാത്രം ഒരു ഹോളായിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ മേഴ്സിയസ് ഹാൾ. അതിനു മുമ്പ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഇതും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് ഞാൻ ഷീനിന്ന് വാങ്ങിച്ചതാണ്. അതായത് ഒരു ടോപ്പും പാൻറ്റും, നല്ല രസമില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ നൈറ്റ് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഷീനിന്ന് വാങ്ങിച്ചാൽ മതി. ഇത് ഞാൻ ഷീനിന്ന് വാങ്ങിച്ച നൈറ്റ് ഡ്രസ്സാണ്. ഇതാണ് ഇതിൻ്റെ ഫുള്ള് പാൻറ്റും ഉണ്ട് ടോപ്പും ഉണ്ട്. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോ ഇതിൻ്റെ അകത്താണ് എൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട്, എൻ്റെ ഒരുപാടൊന്നുമില്ല. ഇതാണ് ആ ഷോപ്പ് മേഴ്സിയസ്. സോ അവർ തന്ന ആ ഒരു കൂടിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുവാണ്. അപ്പം ഞാനിത് ഇട്ട് കാണിക്കാം. ഇതിൻ്റെ അകത്തൊരു അച്ചാച്ചയ്ക്ക് ഞാനൊരു 2 ഷർട്ടും ഒരു പാൻറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് ഇട്ട് കാണിക്കത്തില്ല, പക്ഷെ അതിന് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ മേഴ്സിയസ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. നല്ല രസമില്ലേ, ഒരു റെഡ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോട്ട്സ് ആണെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നു. അപ്പം അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഡോട്ട്സ് ആണെന്ന് തോന്നുന്നു. സോ കണ്ടോ, ഇതിൻ്റെ കൈയൊക്കെ കണ്ട് നല്ല ഭംഗിയില്ലേ. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ ടോപ്പ് എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം സൈസാണ്. സോ നല്ല രസമല്ലേ, ഞാൻ നിങ്ങളെ അടുത്ത് വന്ന് കാണിക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ ടോപ്പ് കാണാൻ വേണ്ടിയില്ലേ. സോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ്. ഒരു ഉടുപ്പ് പോലെ, അതായത് ടോട്ടൽ നമുക്ക് അതിൽ പാൻറ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഭയങ്കര കൺഫിയാണ്. കണ്ടോ, നമുക്ക് ഇവിടം കൊണ്ടും അത്ര ടൈറ്റ് അല്ല, സ്കിൻ ഫിറ്റ് അല്ല, എന്നാൽ നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാലുള്ള ലുക്ക്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് മേഴ്സിയസ് ഡ്രസ്. അടുത്തെന്ന് വന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല വി കഴുത്തും ഇങ്ങനെ നമ്മുടെ കയ്യും ഇല്ല, ഇങ്ങനത്തെ ഒരു കയ്യുമാണ്. ഇത് നല്ല മാലയും കമ്മലൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹാൾ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ട് കാണിച്ചതേ ഉള്ളൂ. ഗൈസ്, രണ്ടാമതായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ പാൻ്റാണ്. ഈ പാൻറ് എനിക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കാണിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ പക്ഷേ ഇത് മാച്ചാണ് കേട്ടോ. ഇത് ഒന്നും കൂടെ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ മാച്ചായിരിക്കും. വേറെ ഗോൾഡൻ കളറുള്ള വാലയോ നല്ലൊരു വാച്ചോ കിട്ടിയൊക്കെ വരുമ്പം നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ ഇൻഡോ വെസ്റ്റേൺ രീതിയിലും ട്രയൽ ചെയ്യാൻ പറ്റും. നല്ലൊരു മാലയും കമ്മലൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ അതിപ്പം കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഇൻഡോ വെസ്റ്റേൺ രീതിയിൽ ഈ ഡ്രസ്സ് തന്നെ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാലോ. സോ ഈ പാൻറ്റാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇത് പെയർ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ്. അതിൻ്റെ പെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതാണ് വേറൊരു പ്രത്യേകത. കണ്ടോ, ഇതാണ് ആ പാൻറ്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ലുക്സ് സോ പ്രിറ്റി, റൈറ്റ്? പുറകിൽ നിന്നുള്ള ഇതാണ് അതിൻ്റെ ഇത്. ഗൈസ്, പിന്നെ ഇത് ഈ പാൻറ്റിന് ചെറിയൊരു വള്ളിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വള്ളി, ഇതിപ്പോൾ ഞാൻ സൈസ് എടുത്തിരിക്കുന്ന മീഡിയം ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്മോൾ മതി. പക്ഷെ ആ വള്ളി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടൈറ്റൻ ചെയ്തൊക്കെ വെക്കാം കേട്ടോ. സോ അതും ഇതിൻ്റെ ഒരു പാൻറ്റിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വള്ളിയിൽ നമുക്കിപ്പം കുറച്ച് വലുതായി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നമുക്ക് ഈ വള്ളി ടൈറ്റ് ചെയ്ത് വെക്കാം. സോ ഇത്രയേ ഉള്ളൂ ഈ പാൻറ്റും ടോപ്പ്. പിന്നെ അടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ്
സോ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഹസ്ബൻഡിന് 2 ഷർട്ടാണ്. ഇതാണ് ഫസ്റ്റ് ഷർട്ട്, ഒരു ബ്ലാക്ക് കളർ ഷർട്ട്. ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു വർക്കൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ബ്ലാക്ക് കളർ ഷർട്ട്. സോ ഇതാണ് എൻ്റെ ആ ബ്ലാക്ക് കളർ ഷർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാവുന്നപ്പോൾ ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം. യു സീ, ഇതാണ് ഫസ്റ്റ് ഷർട്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് അച്ചച്ചി ഇട്ട് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. സോ ഇതാണ് ഫസ്റ്റ് ഷർട്ട്. ഞാൻ രണ്ടാമത്തെ ഷർട്ട് കാണിക്കാവേ. സോ ഇതാണ് രണ്ടാമത്തെ ഷർട്ട്. ഇതൊരു വൈറ്റ് അല്ല, ഒരു ക്രീം കടന്ന ഒരു ക്രീം കളറെന്ന് പറയാമോ? ഒരു ക്രീമും വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കളറ്. ഇതിലും കുറച്ച് വർക്കൊക്കെ ഉണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ ഷർട്ട്. ഇത് സൈസ് എന്ന് പറയുന്നത് മീഡിയം USA മീഡിയം ആണ്. 2 മീഡിയം ആണ്. സോ ഇത് രണ്ടും അച്ചച്ചി ഇട്ട് നോക്കിയായിരുന്നു. സോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഷർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടിയിൽ ഒരു 2നും കൂടെ മാച്ച് ആകുന്ന ടൈപ്പിൽ ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും കാണിച്ചു തരാവേ. സോ ആ പാൻറ് എന്ന് പറയുന്നത് ഇതാണ് ആ പാൻറ് എന്ന് പറയുന്നത്. ഇതും സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. സോ ഇതാണ് ആ പാൻറ്. ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ലിനൻ പാൻറ്, ലാർജർ സൈസാണ്. സോ ഇതാണ് ആ പാൻറ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതൊക്കെ എടുത്തത് മേഴ്സീസിൽ നിന്നാണ്. ഒന്നും കൂടെ അത് വീഡിയോയിൽ പറയുന്നതേ ഉള്ളൂ. ഞാൻ എടുത്തേക്കുന്ന മേഴ്സീസ് ബാക്ക് സ്റ്റേജിൽ നിന്നാണ്. അവിടെയാണ് ക്ലിയറൻസ് സെയിലുള്ള ഡ്രസ്സൊക്കെ അവിടെയാണ് അവർ കൊണ്ടിടുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മേഴ്സീസിലെ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയാൽ മതി. ഞാൻ നോർത്ത് ബ്രോയിലെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നോർത്ത് ബ്രോ എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റോറല്ല, അവിടുത്തെ മാളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.